ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യോത്തരം നോക്കിയാലോ? പ്രവർത്തനം 1. വായിക്കാം എഴുതാം. മധുരക്കിഴങ്ങിന്റെ രുചി. ഇപ്പോ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെന്റ് മണ്ണും മാത്രം. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ചു ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തിക്കൊടുത്തു. മഴ പെയ്തപ്പോൾ തന്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. കൂണുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ. സന്തോഷ് ഏച്ചിക്കാനം. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു. ചുറ്റുപാടും ദുർഗന്ധമുള്ളതുകൊണ്ട് മൂക്കുപൊത്തി. സ്വയം നാണം വന്നതുകൊണ്ട് മൂക്കിൽ വിരൽ വെച്ചു. ഗ്രാമത്തിലെ ആചാരത്തിന്റെ ഭാഗമായി മൂക്കിൽ തൊട്ടു. അപ്പൊ എന്തായിരിക്കും ഉത്തരം? കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു. അടുത്തത്, കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ജീവിതാവസ്ഥ എന്ത്? സന്തോഷം, ദാരിദ്ര്യം, പരിഹാസം, നിസ്സംഗത. അപ്പൊ എന്തായിരിക്കും? ദാരിദ്ര്യം. അടുത്തത്, സുജിത്ത് എപ്പോഴാണ് തന്റെ പുതപ്പ് അനുജത്തിക്ക് നൽകിയത്? തണുത്ത വെള്ളത്തിലിരുത്തിയപ്പോൾ അല്ലല്ലേ? അയൽക്കാർ മറന്നപ്പോൾ, മഴ പെയ്തപ്പോൾ, കഴിക്കാൻ കൊടുത്തപ്പോൾ. എപ്പോഴാണ്? മഴ പെയ്തപ്പോൾ. അടുത്തത്, ഇടിവെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത് എന്തുകൊണ്ട്? അയൽക്കാരെയോർത്ത്, അമ്മൂമ്മയെയോർത്ത്, കൂണുകൾ മുളയ്ക്കുന്നതിനാൽ, വെള്ളം തണുക്കുന്നതിനാൽ. അപ്പൊ എന്തായിരിക്കും ഉത്തരം? കൂണുകൾ മുളയ്ക്കുന്നതിനാൽ. അടുത്തത്, 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. എപ്പോൾ? ഓലപ്പുര ചോർന്നപ്പോൾ. ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ. തോട്ടിൽ വെള്ളം കയറിയപ്പോൾ. ശക്തമായ മഴ പെയ്തപ്പോൾ. അപ്പൊ എപ്പായിരിക്കും സുജിത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ലേ? ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ. പ്രവർത്തനം 2. കുറിപ്പ് തയ്യാറാക്കുക. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ചു വാരിക്കൊടുക്കും. എന്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വീട്ടുവേല ചെയ്താണ് അമ്മ കുടുംബം നോക്കുന്നത്. വളരെ വൈകിയാണ് പലപ്പോഴും ആ അമ്മ വീട്ടിലെത്തുന്നത്. വരുമ്പോൾ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുവന്ന് ഉണ്ണിക്കണ്ണന് കൊടുക്കും. വരുമ്പോൾ അവൻ ഉറങ്ങിയെങ്കിൽ അവനെ വിളിച്ചുണർത്തി അമ്മ ചോറ് വാരിക്കൊടുക്കും. ഉറക്കം കൊണ്ട് തൂങ്ങുന്ന കണ്ണുകളിൽ ഉമ്മ വയ്ക്കും. ഇടതു കൈകൊണ്ട് വാത്സല്യപൂർവ്വം അവന്റെ പുറം തലോടും. നേരത്തെ വരുന്ന ദിവസം എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് ഉണ്ണി ഓടിച്ചെല്ലുമ്പോൾ ജോലി കഴിഞ്ഞു വരുന്ന അമ്മ മടുപ്പൊന്നും വകവയ്ക്കാതെ അമ്മ അവനെ എടുത്ത് ഒക്കത്ത് വയ്ക്കും. സ്നേഹവും കരുതലും എല്ലാം നിറഞ്ഞ ഒരു മനസ്സാണ് അമ്മയുടേത്. അടുത്തത്, അവൻ വീണ്ടും തന്റെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണന്റെ അപേക്ഷ? എന്തായിരുന്നു മക്കളെ? ഉണ്ണിക്കണ്ണന് ഊഞ്ഞാൽ വേണം അല്ലേ? അടുത്തത്, വിശകലന കുറിപ്പ്. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കുട്ടികൾ വിവിധ കളികളിൽ ഏർപ്പെടുകയും കുസൃതികൾ കാണിക്കുകയും പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. മുറിവുകൾ പറ്റിയാൽ ആ വേദനയ്ക്കൊപ്പം അമ്മ വഴക്കു പറയുമെന്ന ഭയവും കുട്ടികൾക്കുണ്ടാവുക സ്വാഭാവികമാണ്. ഈ കവിതയിലെ കുട്ടി കളികൾക്കിടയിലും കുസൃതികൾ കാണിച്ചും പരിക്കു പറ്റി കരയുകയാണ്. പനിനീർ ചെടിയുടെ മുള്ളുകൊണ്ട് അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. തൈമാവിൽ കയറി വീണ് കാൽമുട്ട് ചതഞ്ഞു. മുകളിലിരിക്കുന്ന പടം താഴെ വീഴ്ത്തി നെറ്റി മുറിഞ്ഞു. കട്ടിലിൽ കയറി ചാടി നിലത്ത് വീണ് കവിളത്തും പരിക്കു പറ്റി. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിവന്ന അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നു. അമ്മ തല്ലുമെന്നോർത്ത് കരയേണ്ട എന്നും കുട്ടികളായാൽ വീഴുകയും മുറിവുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി എന്ന അമ്മയുടെ വാക്കുകൾ കുട്ടിക്കുള്ള ഉപദേശം കൂടിയാണ്. കളിക്കിടയിലുണ്ടായ മുറിവുകൾ അലങ്കാരമാണെന്ന്
എന്നാണ് കവി പറയുന്നത്. ഈ മുറിവുകളാണ് പിന്നീട് മുന്നോട്ട് നടക്കാൻ കരുത്ത് നൽകുമെന്ന് കവി സൂചിപ്പിക്കുന്നു. എല്ലാ തരത്തിലും മനോഹരമായ കവിതയാണ് പരിക്കേറ്റ കുട്ടി. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ ചിത്രം കവിത വായിക്കുമ്പോൾ ആരുടെ മനസ്സിലും പതിയും. അടുത്ത ചോദ്യം, കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് പരിക്കേറ്റ കുട്ടി എന്ന കവിത? കുട്ടിയും തള്ളയും, പുഷ്പവാടി, മിന്നാമിനുങ്ങ്, വീണപ്പൂവ്. അപ്പൊ ഏതായിരിക്കും? പുഷ്പവാടി. പ്രവർത്തനം 4, ആസ്വാദനക്കുറിപ്പ്. കടൽ. കടലേ നിന്നുടെ കഞ്ഞിയിലാരാണുപ്പു കലക്കി പറയാമോ? ഉപ്പതു കൂടിയ കാരണമാണോ നീയെപ്പോഴും തുള്ളുന്നു? നിന്നെ കാണാൻ നിൽക്കും നേരം തിരകൾ വന്നു നനയ്ക്കുന്നു. നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ? മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ? നീതു ജെ. കടൽ എന്ന കവിത വായിച്ചല്ലോ. കവിതയുടെ ആശയം, ഇഷ്ടപ്പെട്ട വരികൾ, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. നീതു എന്ന എഴുത്തുകാരി കടലിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഈ കവിത. കടലിനോട് ചോദിക്കുന്നു, കടലേ നിന്നുടെ കഞ്ഞിയിൽ ആരാണ് ഉപ്പ് ചേർത്തത്? അതുകൊണ്ടാണോ നീ എപ്പോഴും തുള്ളുന്നത്? നിന്നെ ഞാൻ എപ്പോൾ കാണാൻ വന്നാലും തിരമാലകൾ വന്നു എന്നെ നനയ്ക്കുന്നു. നിന്റെ കയ്യിൽ മുത്തുണ്ടെങ്കിൽ ആ മുത്തിൽ ഒരെണ്ണം തരുമോ എന്ന് എഴുത്തുകാരി ചോദിക്കുന്നു. നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ? മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ? ഈ വരികളാണ് എനിക്കിഷ്ടമായത്. കടലിനോട് കയ്യിൽ മുത്തുകൾ ഉണ്ടോ എന്ന് എഴുത്തുകാരി ചോദിക്കുന്നു. മുത്തു ഉണ്ടെങ്കിൽ അത് എനിക്ക് തരുമോ എന്നും ചോദിക്കുന്നു. നിന്നെ കാണാൻ, നിന്നുടെ കയ്യിൽ തുടങ്ങിയ പദങ്ങൾ കവിതയ്ക്ക് ഭംഗി നൽകുന്നവയാണ്. അടുത്തത് പ്രവർത്തനം 5, അനുഭവക്കുറിപ്പ്. എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. നന്മപ്പൂക്കൾ എന്ന കഥയിലെ ഈ വരികൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തികളെക്കുറിച്ച് കുറിപ്പെഴുതുക. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു അന്ധയായ മുത്തശ്ശി റോഡ് കടക്കാൻ കഴിയാതെ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി, എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോളെ, എൻ്റെ വീട് ഇവിടെ അടുത്താ. എനിക്ക് റോഡ് കടക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മുത്തശ്ശിയെ റോഡ് കടക്കാൻ സഹായിക്കാം. മുത്തശ്ശിയെ ഞാൻ റോഡ് കടക്കാൻ സഹായിച്ചു. എന്നിട്ട് വീടിൻ്റെ അടുത്തുവരെ കൊണ്ടാക്കി. മുത്തശ്ശി എന്നോട് പറഞ്ഞു, മോൾക്ക് നല്ലത് വരും. എനിക്ക് സന്തോഷമായി. അടുത്ത ചോദ്യം, മെറിക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്താണ് കൂട്ടുകാർ ചെയ്തത്? എന്താണ് മക്കളെ? വൃത്തിയാക്കുകയാണോ? അല്ല അല്ലേ? അച്ഛനമ്മമാരെ കണ്ടെത്തി പരീക്ഷ എഴുതിക്കൊടുത്തു. എന്തായിരിക്കും? ചൂട് കുപ്പായങ്ങൾ വാങ്ങി, അല്ലേ? അടുത്തത് പ്രവർത്തനം 6, സ്നേഹ സന്ദേശം. കനിവായ് നിലാവായ് എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക. ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ഹൃദ്യമായ അനുഭവമാണ് സ്നേഹം. കൂട്ടുകാരുടെ കരുതലും പരിഗണനയും, അമ്മയുടെയും അച്ഛൻ്റെയും വാത്സല്യവും, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പരിചരണവും എല്ലാം നാം കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായി തീർക്കുന്ന വികാരമാണ് സ്നേഹം. സ്നേഹമില്ലാത്ത ഇടങ്ങളിലാണ് വെറുപ്പും വിദ്വേഷവും വളരുന്നത്. വാത്സല്യമായും കരുതലായും പരിഗണനയായും ചേർത്തു നിർത്തലായും നമുക്ക് ചുറ്റും സ്നേഹം നിറയുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയും. കുറവുകൾ നിറവുകളായി മാറും. മനസ്സുകൾ വിശാലമായും. സ്നേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനും പരസ്പരം സ്നേഹിക്കാനും നമുക്ക് കഴിയണം. അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് ഉറക്കെ പറയുന്ന കുട്ടിയെ പോലെയും മുത്തശ്ശിക്കും മുത്തശ്ശനും വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞുമറിയെ പോലെയും ആകാം നമുക്കും. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും സ്നേഹിക്കാം.